ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ചായപ്പൊടിയുടെ ഇതുപോലത്തെ ഒരു ടിൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കേക്കിൻ്റെ ബോർഡും എടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു ടിന്നിൻ്റെ അടപ്പ് നമ്മൾ മാറ്റി വെക്കുകയാണ്. ഇനി നമ്മൾ ഇതിലുള്ള ഈ ഒരു പേപ്പർ എല്ലാം കീറിക്കളയുന്നുണ്ട്. ഇന്ന് നമ്മൾ ടേബിളിൻ്റെ മുകളിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതിലുണ്ടായിരുന്ന പേപ്പർ എല്ലാം ഇതുപോലെ കളഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മളതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്ന ഇതിലേക്ക് നമുക്ക് ആ കേക്കിൻ്റെ ബോർഡൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാനുള്ളതാണ്. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കേക്കിൻ്റെ ബോർഡ് നമുക്ക് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കണം. ഇതുപോലെ നമ്മൾ അതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ടേബിളിൻ്റെ മുകളിൽ വെക്കുമ്പോൾ വീണ് പോവരുത്. ഇനി നമ്മൾ കേക്കിൻ്റെ ബോർഡ് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ എല്ലാ ഭാഗങ്ങളിലും നമ്മളൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൽ വൈറ്റ് കളർ പെയിന്റ് ഒന്ന് കൊടുത്തെടുക്കണം. ഇതുപോലെ നമ്മൾ പെയിന്റ് ഒക്കെ കൊടുത്തെടുത്തിട്ടുണ്ട്. കേക്ക് ബോർഡിന്റെ ആ ഒരു റെഡ് കളർ ഭാഗത്തും നമ്മൾ പെയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ളത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പേപ്പറുകൾ എടുത്തിട്ടുള്ളത്. അപ്പം നമുക്കിതുകൊണ്ട് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ എടുത്തിട്ടുള്ള പേപ്പർ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ആ മടക്കിലൂടെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പീസ് ഉപയോഗിച്ച് ഫ്ലവർ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഫ്ലവർ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയാണ് മടക്കിയെടുക്കേണ്ടത്. ഇനി നമുക്കിതിൽ നിന്ന് ഫ്ലവർ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ഫ്ലവറാണ് നമ്മൾ ആ ഒരു പീസിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു തവണ കൂടെ എങ്ങനെയാണ് നമ്മൾ ഫ്ലവർ കട്ട് ചെയ്തെടുക്കാനായിട്ട് മടക്കിയെടുത്തതെന്ന് നോക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ 2 ഫ്ലവറും ചേർത്തൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ ഒട്ടിച്ചെടുക്കുന്ന ആ ഒരു ഫ്ലവർ പെൻസിലിൻ്റെ ബാക്ക് വശം കൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. പൂക്കളുടെ നടുക്കായിട്ട് വുളൻ ത്രെഡ് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തത് ഇതുപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറേ പൂക്കൾ നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ള ഇലകൾ ഗ്രീൻ കളർ പേപ്പറിൽ നിന്നും ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഗ്രീൻ കളർ ജൂട്ട് ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളതെല്ലാം ഇതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ഇവിടെ ആയിട്ട് സ്വീറ്റ് ഹോം എന്നൊന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ജൂട്ട് ത്രെഡ് നമുക്ക് ആദ്യം ഇതിലേക്ക് വള്ളി പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളതൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒട്ടിച്ചെടുക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ജൂട്ട് ത്രെഡ് നമ്മൾ ഇതുപോലെയാണ് അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൽ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള പൂക്കളും ഇലകളും എല്ലാം ഒട്ടിച്ചു കൊടുക്കാം. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് പോയി നോക്കുക. വീഡിയോസൊക്കെ കണ്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ ഇതാ നമ്മളിവിടെ ഇത്രയും പൂക്കളും ഇലകളും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പൂക്കൾ തന്നെ ഒട്ടിച്ചെടുക്കണം എന്നൊന്നുമില്ല. നിങ്ങളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള പൂക്കളൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പൂക്കളും ഇലകളും നമ്മൾ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മളിവിടെ കുറച്ച് തെർമോക്കോൾ ബോൾസ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇവിടെ എല്ലാം ആയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ടാണ് അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. തെർമോക്കോൾ ബോൾസ് ഒന്നും നമ്മൾ ഫെവി ബോണ്ട് വെച്ച് ഒട്ടിച്ചെടുക്കരുത്. ഇപ്പം നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്കിന്റെ പുറകുവശം ഇതുപോലെയാണുള്ളത്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.